ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നലെ നമ്മൾ ഗിദെയോനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് തിരഞ്ഞെടുപ്പിനായി ഗിദെയോനിൽ ദൈവം കണ്ട ചില സവിശേഷതകൾ. ഒന്നാമതായി, ബഹുമാനം നൽകുന്നവൻ. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനായിരുന്നു ഗിദെയോൻ. ബഹുമാനം എന്ന വാക്കിന് വിനയം, അച്ചടക്കം, മര്യാദ, ഔചിത്യബോധം എന്നൊക്കെയാണ്. ന്യായാധിപന്മാർ 6:12-13. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? താൻ ഒരിക്കലും കാണാത്ത ഒരു വ്യക്തി തന്റെ അരികിലേക്ക് വന്ന്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്പം സങ്കടത്തോടു കൂടിയാണ് മറുപടി. എങ്കിലും തന്റെ ഔചിത്യബോധം കൈവിടാതെ വിനയത്തോടു കൂടി വിളിക്കുകയാണ് യജമാനനെ എന്ന്. അതിൽ നിന്ന് തന്നെ ഗിദെയോനിലെ ആ നല്ല ഗുണം നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത്. ഗിദെയോനിൽ ആ നല്ല ഗുണമുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ എങ്ങനെയാണ്? അവരുടെ പദവി, അവരുടെ കഴിവൊക്കെ നോക്കിയാണോ നമ്മൾ മറ്റുള്ളവരെ കൊടുക്കുന്ന ബഹുമാനം? എന്നാൽ അങ്ങനെ ആവരുത്. തൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും ബഹുമാനിക്കുവാനുള്ള നല്ലൊരു സ്വഭാവ സവിശേഷത നമ്മളിലും ഉണ്ടാകണം. ഉൽപ്പത്തി 18:1 കേവലം വഴിപോക്കർ എന്ന് കരുതി ദൈവദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിന്റെ സ്വഭാവ സവിശേഷത ഗിദെയോനിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി 24:18 റിബേക്ക എലയാസാറിനെ യജമാനനെ എന്നാണ് സംബോധന ചെയ്യുന്നത്. 1 പത്രോസ് 3:6 അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഈ ബഹുമാനം നമ്മൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യർ 6:1 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഈ രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് നമ്മൾക്ക് ഏവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. എന്നാൽ 2 രാജാക്കന്മാർ 1:9-15 വരെയുള്ള വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിനെ വിളിച്ചുകൊണ്ടുവരുവാൻ രാജാവായ അഹസ്യാവ് 50 പേർക്ക് വീതം അധിപതികളായ 2 പേർ കൂട്ടത്തിൽ നമ്മൾ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ 2 കൂട്ടരും യാതൊരു ബഹുമാനവും ഇല്ലാതെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ദൈവപുരുഷനോട് സംസാരിക്കുന്നത്, ഇറങ്ങി വരുവാൻ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയാണ് അവിടെ പ്രവർത്തിച്ചത്, അവരെ നശിപ്പിച്ച് കളഞ്ഞതായി നമ്മൾ കാണുന്നു. എന്നാൽ 3-ാമത്തെ ആ കൂട്ടത്തെ അയക്കുമ്പോൾ അതിന്റെ അധിപതിയായവൻ ദൈവപുരുഷന്റെ മുമ്പിൽ മുട്ടുകുത്തി ബഹുമാനത്തോടു കൂടിയാണ് ഏലിയാവിനെ വിളിക്കുന്നത്. അവരുടെ കൂടെ ഏലിയാവ് പോകുന്നതും നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരെ ദൈവം ആദരിക്കുന്നു. നമ്മൾക്കും അങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരാകുവാനായിട്ട് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. അടുത്ത ഗിദെയോനിൽ കണ്ട സവിശേഷത അവന്റെ ധീരതയാണ്. 6:11 ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മിതിക്കുകയായിരുന്നു. മിദ്യാന്യർ കണ്ടാൽ തങ്ങളുടെ വസ്തുവകകളെല്ലാം അവർ എടുത്തുകൊണ്ട് പോകും. അവരുടെ കയ്യിൽ അകപ്പെടാതെ ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോനെ നമ്മൾ കാണുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന ധീരത, തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവൻ കാണിക്കുന്ന ആ വലിയ ധീരതയായിട്ട് നമ്മൾക്കത് മനസ്സിലാക്കാം. 6:22-24 വരെ വാക്യത്തിൽ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് യഹോവയുടെ ദൂതൻ എന്ന് കണ്ടപ്പോൾ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുന്ന ഗിദെയോനെ നമ്മൾ കാണുന്നു. അത് ഇന്ന് വരെയും അവിടെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ 6:25-28 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠത്തെ ഇടിച്ചു കളഞ്ഞ് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വിറകുകൊണ്ട് അവിടെ ഹോമയാഗം കഴിക്കുന്ന ഒരു ഗിദെയോനെ നമ്മൾക്ക് കാണാം. യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പെടുന്നത് അവിടെ
യാഗം അർപ്പിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ ഗിദെയോന്റെ ധീരത നമ്മൾക്കിവിടെ കാണാനായിട്ട് കഴിയും. ആ ധീര യോദ്ധാവിൻ്റെ മറ്റു തൻ്റെ മുന്നിലുള്ള ഒന്നിനും ഭയപ്പെടാതെ ധീരതയോടെ യഹോവ തന്നോട് കൽപ്പിച്ചത് ചെയ്യുന്ന ആ ധീര യോദ്ധാവൻ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും യഹോവയോടുള്ള ബന്ധത്തിലും യഹോവയെ ആരാധിക്കുന്ന കാര്യത്തിലും തൻ്റെ ധീരത വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്കൂടെ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധീരതയോടെ മുന്നോട്ട് പോകുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.